ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വക്കഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കാരുണികനായ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു പ്രവാചകനോ ഒരു ഭരണാധികാരിയോ ഒരു നേതാവോ മാത്രമായിരുന്നില്ലല്ലോ. വീടിനകത്ത് സ്നേഹിക്കുന്ന ഒരു ഭർത്താവായി, തുണയായി, തമാശ പറയുന്ന ഒരു കൂട്ടുകാരനായി, വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയായി, മക്കളെ ചേർത്ത് നിർത്തുന്ന ഒരു പിതാവായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ സഹനത്തോടുകൂടി അതിനെ സമീപിക്കുന്ന ഒരു മനുഷ്യനായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. സ്നേഹത്തിൻ്റെയും തമാശയുടെയും കരുണയുടേതുമായ ഒരു പ്രവാചകൻ. മക്കയിലെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ നായകനായി, മദീനയിലെ ഭരണാധികാരിയായി, യുദ്ധഭൂമിയിലെ ധീരനായ നേതാവായി, അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായി, ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട മഹാനായ പ്രവാചകൻ തന്നെയാണ്. മറ്റൊരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് നമുക്ക് വീടിൻ്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരോട് എങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത്, എങ്ങനെയാണ് ഭാര്യമാരോടൊപ്പം ചിരിച്ചോ, തമാശ പറഞ്ഞോ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോ, ഭാര്യയുടെ വികാരങ്ങൾ മനസ്സിലാക്കിയോ, മക്കളെ എങ്ങനെ സ്നേഹിച്ചു, കൊച്ചുമക്കളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സമൂഹത്തിലെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് എന്ന് പ്രവാചകൻ പറയുന്നു. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് പുറത്തുള്ള ആളുകളോട് എങ്ങനെയാണ് എന്നതുകൊണ്ട് മാത്രം അളക്കപ്പെടും എന്ന് നാം വിചാരിക്കരുത്. നമ്മുടെ വീട്ടിൽ നാം എങ്ങനെയാണ്? പുറത്തെല്ലാവരോടും പുഞ്ചിരിയുണ്ട്, പുറത്തെല്ലാവരോടും സൗമ്യതയുണ്ട്. പക്ഷേ വീട്ടിലെത്തുമ്പോൾ ഇണകളോട് കോപമുണ്ടാകുന്ന, മക്കളോട് കഠിനത പുലർത്തുന്ന, മാതാപിതാക്കളോട് അസഹിഷ്ണുതാപരമായി പെരുമാറുന്ന, ഇത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് കാന ഫീ മഹ്നത്തി അഹ്ലിഹി, അവിടുന്ന് തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൻ്റെ സമയം വന്നാൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഇതൊരു വീട്ടുജോലിയിൽ സഹായിക്കുന്നു എന്നതല്ല, ഒരു കുടുംബ ദർശനമാണ്. ഏറ്റവും വലിയ ഉത്തരവാദിത്വ നിർവഹണം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും വീട്ടിലെത്തുമ്പോൾ പരസ്പരമുള്ള സഹായത്തോടുകൂടി ഇതെൻ്റെ ജോലിയല്ല എന്ന് പറയുകയല്ല. കുടുംബത്തെ സേവിക്കുന്നത് തൻ്റെ മഹത്വത്തിന് കുറവാണ് എന്ന് വിചാരിക്കുന്നതല്ല. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരും ആളുകളും എന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയെയാണ് പ്രവാചകൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത്. അന്നവർക്ക് 40 വയസ്സാണ് പ്രായം. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് 25-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബി ഖദീജത്ത് ബിൻ ഖുവൈലിദിനെ വിവാഹം കഴിക്കുന്നത്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം വരെ അവരോടൊപ്പമാണ് പ്രവാചകൻ കഴിഞ്ഞത്. മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഏകദേശം 51-ാമത്തെ വർഷം വരെ പ്രവാചകൻ മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നിട്ടില്ല. പ്രവാചകന്റെ ജീവിതം, ദാമ്പത്യ ജീവിതം യൗവനത്തിൽ നിന്ന് പക്വതയിലേക്ക്, വ്യാപാര ജീവിതത്തിൽ നിന്ന് പ്രവാചകത്വത്തിലേക്ക്, സുഖകാലത്തിൽ നിന്ന് മക്കയിലെ പീഡനകാലങ്ങളിലേക്ക് എല്ലാം ഒരുമിച്ച് കടന്നുപോയത്, സന്തത ജീവിത സഹചാരിയായിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. പ്രവാചകനാകുന്ന മുഹമ്മദ് എന്ന വ്യക്തിക്ക്
40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ വന്നുകൊണ്ട് ഇഖ്റ എന്ന് പറയുന്ന ദിവ്യവചനം ലഭിച്ചപ്പോൾ പ്രവാചകന് ശരീരം വിറക്കുന്നുണ്ട്, ഹൃദയം വിറക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ. ഖദീജയുടെ ചാരത്തണിയുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ഭയപ്പെടുന്നില്ല, അവർ ചോദ്യം ചെയ്യുന്നില്ല, അവർ കുറ്റപ്പെടുത്തുന്നില്ല. അവരദ്ദേഹത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് കല്ലാ മാ യുഗ്സീകല്ലാഹു അബദ, തീർച്ചയായും അല്ലാഹുവാണ്, അല്ലാഹു ഒരിക്കലും താങ്കളെ അപമാനിക്കുകയില്ല. എന്നിട്ട് മുഹമ്മദ് എന്ന വ്യക്തിത്വത്തിന്റെ ഏറ്റവും മഹനീയമായ ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്. അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവനാണല്ലോ, അങ്ങ് ദുർബലരുടെ ഭാരമകറ്റുന്നവനാണല്ലോ, അങ്ങ് ദരിദ്രരെ സഹായിക്കുന്നവനാണല്ലോ, അതിഥികളെ ആദരിക്കുന്നവനാണല്ലോ, സത്യത്തിന്റെ വഴിയിലുള്ള ദുരിതങ്ങളിൽ നിന്ന് ആളുകളെ സഹായിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അള്ളാഹു താങ്കളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം തന്റെ പ്രിയപ്പെട്ടവളോട് തുറന്നു പറയുമ്പോൾ അവരുടെ ഭയത്തെ പരിഹസിച്ചില്ല, അവരുടെ ദൗർബല്യത്തെ ഉപയോഗിച്ചില്ല. അവൾ തന്റെ ഭൂതകാലത്തെ നോക്കി അവന്റെ ഭാവിയിൽ വിശ്വസിക്കുകയാണ്. നീ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിന്നെ അള്ളാഹു കൈവെടിയുന്നില്ല എന്ന് മനോഹരമായി താങ്ങായി തണലായി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭ്യമാകുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. മാത്രമല്ല, നിങ്ങൾ പ്രവാചകനാകും എന്ന് ആദ്യം ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നിങ്ങളുടെ സ്വഭാവം ഞാൻ അറിയുന്നു എന്നാണ്. ആ സ്വഭാവത്തെ വിശദീകരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബബന്ധം ചേർക്കുന്നതാണ്, ദരിദ്രരെ സഹായിക്കുന്നതാണ്, അതിഥികളെ ആദരിക്കുന്നതാണ്, ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതാണ്. മനോഹരമായ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ ഈടുറപ്പ് നമുക്കിതിൽ കാണാൻ കഴിയും. നബിയിൽ ആദ്യം വിശ്വസിക്കുന്ന നിലയിൽ പ്രത്യേക സ്ഥാനമുള്ളവളാണ് ഖദീജ എന്ന് പറയുന്നത്. പ്രവാചകത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ നബിയോടൊപ്പം ഉണ്ടായി. ദൈവത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് നമുക്കിത് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജത്തു ഖദ് അതത് ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ വ മിന്നി. അല്ലാഹുവിന്റെ ദൂതരെ, ഇതാ ഖദീജ വരുന്നു, അവളുടെ രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്നും എന്റെ ഭാഗത്ത് നിന്നും അവർക്ക് സലാം പറയുക എന്ന്. സ്വർഗത്തിൽ അവർക്കായി ഒരു ഭവനത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയുന്നു. അവിടെ ശബ്ദകോലാഹലമോ ക്ഷീണമോ ഉണ്ടാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൃദയത്തിൽ ഏറ്റവും മനോഹരമായി നബിയുടെ ഭാര്യമാരിൽ മറ്റാരോടും തോന്നാത്തത്ര അസൂയ എനിക്ക് ഖദീജയോട് തോന്നിയിരുന്നു എന്ന് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലികസുറത്തി ദിക്രിഹി ഇയാഹ, നബി അവരെ പലപ്പോഴും എല്ലായ്പ്പോഴും ഓർക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ന്. അവളുടെ സ്നേഹം എനിക്ക് ലഭിച്ചത് അള്ളാഹു തന്ന അനുഗ്രഹമായിട്ടാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. പക്ഷേ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിൽ നിന്ന് അവർ മരിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി, മറ്റൊരു വിവാഹ ജീവിതം ആരംഭിച്ചു. പക്ഷേ പഴയൊരു സ്നേഹം മാഞ്ഞു പോകുന്നില്ല. അവിടുന്ന് ഖദീജയെ എപ്പോഴും ഓർക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അങ്ങനെയാണ് പറയുന്നത്. ഒരാൾ മരിച്ച ശേഷം അവരെക്കുറിച്ച് നന്മ പറയുകയും അവന്റെ സുഹൃത്തുക്കളെ ആദരിക്കുകയും അവന്റെ ഓർമ്മയെ അപമാനിക്കാതിരിക്കുകയും, മരണം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അവസാന വാക്കായല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, റസൂലുള്ള ഒരു ആടിനെ അറുക്കുമ്പോൾ ഖദീജയുടെ സുഹൃത്തുക്കൾക്ക് അതിന്റെ മാംസം മയക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആടിനെ അറുക്കുമ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, ഇത് ഖദീജയുടെ സുഹൃത്തുക്കൾക്ക് അയക്കൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കളെ മറന്നില്ല. കാരണം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ ഓർമ്മകളെയും അവന്റെ സുഹൃത്തുക്കളെയും ബഹുമാനിക്കാൻ കഴിയുക എന്നതാണ്. അവനുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല കാര്യങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ്. ഇതാണ് വഫാ എന്ന് പറയുന്നത്, സ്നേഹത്തിൽ വിശ്വസ്തതയുണ്ടാവുക എന്ന് പറയുന്ന കാര്യം. അല്ലാമ ഇഖ്ബാൽ ഒരിക്കൽ പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വഫാ നീ കാത്തു സൂക്ഷിച്ചാൽ ഞങ്ങൾ നിന്റേതാണ്. ഈ ലോകം എന്ത് വലിയ കാര്യമാണ്, ലൗഹും കലമും പോലും നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇഖ്ബാൽ വഫായെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഖദീജയുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു ജീവനുള്ള ഉദാഹരണമായി നിൽക്കുകയാണ്. അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ കൂടെ നിന്നു, അദ്ദേഹത്തിന്റെ ഭയം പങ്കിട്ടു, അദ്ദേഹത്തിന്റെ ദുഃഖത്തിൽ ആശ്വാസമായി. അത് വാക്കുകളുടെ വഫ ആയിരുന്നില്ല, ജീവിതം കൊണ്ട് തെളിയിച്ച
ഒരു വഫ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. നബിയെ തന്റെ സ്വപ്നത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വളരുന്നതിന് വേണ്ടി അവര് സ്ഥലം നൽകുകയാണ്. അവരുടെ പ്രവാചകൻ പറയുന്ന സത്യത്തെ അവര് ബഹുമാനിക്കുകയാണ്. പ്രവാചകന്റെ യാത്രയിൽ പങ്കാളികൾ ആവുകയാണ്. ഇതാണ് ദാമ്പത്യത്തിലെ ഏറ്റവും ഉയർന്ന സൗഹൃദം എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളുടെ ആത്മാവിനെ വളരാൻ അനുവദിക്കുക എന്നത് വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഹിറയുടെ ഇരുളിൽ വിറച്ചൊരു ഹൃദയം വീട്ടിലേക്കെത്തിയപ്പോൾ കണ്ടൊരു വെളിച്ചം. ഭയപ്പെടേണ്ട എന്നൊരു വാക്കിനുള്ളിൽ ഒരു ലോകത്തിന്റെ ആശ്വാസമുണ്ടായിരുന്നു. മക്ക മുഴുവൻ മുഖം തിരിഞ്ഞപ്പോഴും ഒരു വീട് വാതിൽ തുറന്നിരുന്നു. ലോകം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഖദീജ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. കാലം കടന്നു, ഖദീജ പോയി, പക്ഷേ അവളുടെ പേര് പോയില്ല. നബിയുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമായി അവൾ തുടർന്നു. ഇത് ഒരു കവിതയായി നമുക്ക് കാണാൻ കഴിയും. ഇതൊരു കവിത മാത്രമല്ല, ഇതൊരു കുടുംബത്തിന്റെ ചിത്രമാണ്. എങ്ങനെയാണ് ഒരു ഇണ, എങ്ങനെയാണ് ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ ആശ്വാസമാകാം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യം, ഇണയുടെയും തുണയുടെയും വാക്കുകൾ പരസ്പരം കേൾക്കുക, അവളുടെയും അവന്റെയും പിന്തുണകൾ പരസ്പരം ചേർത്ത് നിർത്തുക, മരണത്തിന് ശേഷവും വഫാ നിലനിർത്താൻ കഴിയുക, അവന്റെ സുഹൃത്തുക്കളെ ബഹുമാനിക്കാൻ കഴിയുക. റസൂലുള്ള ഖദീജയുടെ സുഹൃത്തുക്കളെ ആദരിച്ചതുപോലെ നമ്മുടെ സഹയാത്രികനായി കാണുക. അങ്ങനെ നമുക്ക് ഒരു സുരക്ഷിതമായ ഇടമായി നമ്മുടെ കുടുംബജീവിതത്തെ പ്രവാചകന്റെ കൂടെ നിന്ന ആ കുടുംബജീവിതത്തിൽ ഭർത്താവ് അവരെ ഓർക്കുകയാണ്, ജിബ്രീൽ അവരെ ഓർക്കുകയാണ്, അള്ളാഹു അവർക്ക് സലാം മയക്കുകയാണ്, സ്വർഗത്തിൽ അവർക്കൊരു ഭവനം വാഗ്ദാനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സംഭവങ്ങൾ ഒരു പഴയകാല പ്രണയകഥ മാത്രമല്ല, ഒരു വിശ്വാസത്തിൻ്റെ കഥ കൂടിയാണ്, ഒരു വഫായുടെ കഥ കൂടിയാണ്, ഒരു ദാമ്പത്യ സൗഹൃദത്തിൻ്റെ കഥ കൂടിയാണ്. ഒരു സ്ത്രീയുടെ പിന്തുണ ഒരു പ്രവാചകന്റെ ചരിത്രത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്താം എന്നതിൻ്റെ കഥ കൂടിയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്നും വഫയിൽ നിന്നും പഠിക്കാൻ നമുക്ക് സാധിക്കുകയും നമ്മുടെ വീടുകളിൽ സ്നേഹവും സക്കീനത്തും കരുണയും നിറക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.